ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു കേക്കാണ് ചെയ്യുന്നത്. അത് തിരുവനന്തപുരം സ്പെഷ്യലായിട്ടുള്ള മാത്യൂസ് കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ വേണമെന്നില്ല, സാധാ നമ്മുടെ വിസ്ക് വെച്ച് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് ഷുഗർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പൊടിച്ച് ചേർക്കാം, അല്ലാതെയും ചേർക്കാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അത് ചേർത്ത് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക, അതായത് ആ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവണ വരെ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടർ മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഓയിലും കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ബട്ടർ കുറച്ചും പിന്നെ കുറച്ച് ഓയിലും കൂടെയാണ് ആഡ് ചെയ്ത് നന്നായിട്ട് വിസ്ക് ചെയ്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ചെറിയ സ്പൂണിൽ ഒരു 2.5 സ്പൂൺ തൈര്, അതായത് നമ്മൾ കട്ടിയുള്ള നല്ല കട്ടിയായിട്ടുള്ള യോഗട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക, നല്ല രീതിയിൽ ബ്ലെൻഡാക്കി എടുക്കുക. ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 2 സ്പൂണ് കൊക്കോ പൗഡർ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് പയ്യെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ചെറിയ ഇളം ചൂടുള്ള പാല്, അല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം, ഇത് ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഞാൻ എയർ ഫ്രയർ ഓൾറെഡി 180 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് ടിനോ, അല്ലെങ്കിൽ ഇതിന് വേണ്ടത് ഒരു സ്ക്വയർ ഷേപ്പ് കേക്ക് ടിനാണ്. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നമുക്ക് എയർ ബബിൾ എല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം ഒരു നൈഫോ സ്പൂണോ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ എയർ ബബിളൊക്കെ പോവും. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത് ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സാണ് ആദ്യം വെച്ചത്. എങ്കിലും ഒരു 25 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും അതായിരുന്നു. അപ്പോൾ അതായത് ഞാൻ ടൈമർ സെറ്റ് ചെയ്ത് വയ്ക്കുവാണ്. ഒരു 30 മിനിറ്റ്സാണ് ആദ്യം വെച്ചേക്കുന്നത് 180 ഡിഗ്രിയിൽ. അപ്പോൾ അത് ബേക്കാവുന്ന നേരത്തെ നമുക്കിനി ഇതിൻ്റെ ടോപ്പിംഗ് വെക്കാനായിട്ട് ഒരു ക്രീം ഉണ്ടാക്കാം. ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബട്ടർ, ഞാനൊരു ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിനായിട്ട് ഒരു ശകലം ബട്ടർ എടുത്തു. ഒരു 300 ഗ്രാം കാണും ആ ഒരു ബട്ടർ എടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബട്ടർ ഒരിക്കലും മെൽറ്റ് ചെയ്യാതെ ഇതുപോലത്തെ ഇതിലെടുക്കണം, അതായത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ എടുക്കുക. അപ്പോൾ എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ നമ്മുടെ ഷുഗർ നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്തു. അത് ഇപ്പോൾ എൻ്റെ ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത്. നിങ്ങൾക്ക് മറ്റേ വൈറ്റ് ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. പൊടിച്ച് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്യാമില്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചും ചെയ്യാം. അപ്പോഴത്തേക്കും ഒരു 25 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വന്നു. അങ്ങനെ ഞാൻ നൈഫ് വെച്ച് നോക്കിയപ്പോൾ കുക്കായിട്ടുണ്ട്. ഞാൻ തണുത്തതിന് ശേഷം ഞാൻ അതിനെ ഡിമോൾഡ് ചെയ്തു. അപ്പോൾ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ഞാനൊരു സ്ക്വയർ ഷേപ്പാണ് ആക്കിയത്, കാരണം ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പ്ഡാണ്. അതിനുശേഷം കേക്ക് തണുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബട്ടർ ഐസിങ് വെച്ച് കൊടുത്തു. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വരുന്ന ഒരു മോഡലുണ്ട്, ആ ഒരു മോഡലിലാണ് ഞാനതിനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന ഐറ്റംസ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഈ ക്രിസ്മസിന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് ട്രിവാൻഡ്രത്ത് നല്ല ഏജ്ഡ് ആയിട്ടുള്ള 2 ആൾക്കാർ നടത്തുന്ന, ഹസ്ബൻഡും വൈഫും കൂടെ നടത്തുന്ന ഒരു ഫേമസ് കേക്കാണ്, ഇപ്പോൾ ഉള്ള ട്രെൻഡിങ് കേക്കാണ്.
അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ്സ് വഴി അറിയിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേക്കാണ്. ഒരുപാട് ഐസിങ്ങോ വിപ്പിങ്ങോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.